ഹായ് ഡിയേഴ്സ്. അപ്പോൾ ദേ ഇന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള അഴീക്കോട് ബീച്ചിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് സ്പേസ് കിട്ടുമെന്നൊക്കെ സംശയമായിരുന്നു നമുക്ക്. അപ്പോൾ ദേ ആ ചേച്ചി വന്നത് പാർക്കിംഗ് ഫീ വാങ്ങാനാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പാർക്കിലേക്കാട്ടോ പിള്ളേർ പോവുക. വലിയ സംഭവമൊന്നുമില്ല, ഒരു കുഞ്ഞ് പാർക്കാണ്. അങ്ങനെ ദേ പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ ചാടി കയറിയത് അതേ ഇതിലേക്കാണ് കേട്ടോ. നമ്മൾ വൈകിട്ടത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും 6 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ട്യൂഷൻ കഴിഞ്ഞു, വീട്ടിൽ വന്നു, നേരെ നമ്മൾ കാർ എടുത്തു ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സന്ധ്യയാവും. നമ്മൾ 6 മണിക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ദേ ഇന്നത്തെ താരം ദേ ഈ സാധനമാണ് കേട്ടോ. ഇതിൽ താരക്കുട്ടി കയറി പിന്മാറി, അബി കയറി പിന്മാറി, കുറച്ച് നേരെങ്കിലും പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അവമാനമാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ തൂങ്ങി പിടിച്ച് നിന്നു. സാധാരണ നമ്മൾ പാർക്കിലേക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. കുറേ ആയി ഇപ്പോൾ പാർക്കിലേക്ക് വന്നിട്ട്. നമ്മൾ ബീച്ചിൻ്റെ ഏതെങ്കിലും സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ബീച്ചിൽ ഇറങ്ങിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവാൻ കേട്ടോ പതിവ്. പക്ഷേ ഇത്തവണ അവർക്ക് നിർബന്ധം, കുറേ ആയില്ലേ പാർക്കിൽ വന്നിട്ട്, ഒന്ന് കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ കുറേ നേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ താരുവിനൊക്കെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. താരു വേറെ ഒന്നിലും കയറിയിട്ടുണ്ടായിരുന്നില്ല, ഇതിലും മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരമെങ്കിലും നമ്മുടെ അവാമോൻ അവിടെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സ്ലൈഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്ലൈഡിലൊന്നും മര്യാദക്ക് ഊർന്നിറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഇങ്ങനെ നിരങ്ങി കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ട് പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പാർക്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഇത്രയും പേരെ പാർക്കിലുണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുഞ്ഞ് പാർക്കാണല്ലോ, എല്ലാവരും വന്ന് കയറി മടുത്തിട്ടുണ്ടാവും എല്ലാവർക്കും കേട്ടോ. അങ്ങനെ ദേ അബാനവാനും നേരെ ചൊവ്വിന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് പറ്റാതായപ്പോൾ ദേ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. തല കുത്തനെയൊക്കെ തിരിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ അവരോട് പറയുന്നുണ്ട്, നമുക്ക് പോവാം, ബീച്ചിൽ നിൽക്കാനുള്ള ടൈം നമുക്ക് കിട്ടൂല, അതുകൊണ്ട് പോവാമെന്ന്. താരക്കുട്ടിക്കാണെങ്കിൽ മടുത്തു. പോവാമെന്ന് തന്നെ പറഞ്ഞു. അവസാനം തലയും ചൊറിഞ്ഞ് നിൽപ്പായിട്ടോ. ആൾ പോവാമെന്ന് പറഞ്ഞിട്ട് തലയും ചൊറിഞ്ഞ് നിൽപ്പായി. അങ്ങനെ അവരെ പിടിച്ച് വലിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ പോവാൻ കേട്ടോ നമ്മൾ ബീച്ചിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. ആ അറ്റത്ത് കാണുന്നതാണ് ബീച്ച്. അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്. പിന്നെ ഇക്കായുമില്ല, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. പിള്ളേരെ ഞാൻ ഒറ്റയ്ക്ക് വേണം കൺട്രോൾ ചെയ്യാൻ കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതേ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും കൂടിയിട്ട്, ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാതായപ്പോൾ 2 പേരും കൂടി അടുത്ത് പൊക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താരക്കുട്ടിയും ആരുടെയോ കൂടെ എന്തോ സാധനത്തിലൊക്കെ കയറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങി. ഞാൻ പറയുന്നുണ്ട് നമുക്ക് പോവാം ബീച്ചിലേക്ക് പോവാമെന്ന്. അങ്ങനെ ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ച് വലിച്ചിട്ടാണ് ബീച്ചിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ബീച്ച് എത്തിയപ്പോഴത്തേക്കും നടന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. പിന്നെ വെള്ളത്തിലേക്ക് ഒരുപാട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഒരുപാട് അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിലേക്ക് ഒരുപാട് ഇറക്കാത്തതുകൊണ്ട് തന്നെ അതും അവർക്ക് പെട്ടെന്ന് മടുത്തിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുറം നിന്നവരും ഇവരും കൂടിയിട്ട് എന്തൊക്കെയോ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്, വെള്ളം വന്ന് മായ്ച്ചിട്ട് പോകാൻ കേട്ടോ. പക്ഷേ കുറച്ച് കയറി നിന്നിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളം വന്ന് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ അബിയുടെ ചെരുപ്പ് വെള്ളത്തിൽ പോയി. പിന്നെ കുറേ പ്രാവശ്യം തിരമാല അടിച്ച് വന്നതിന് ശേഷം കേട്ടോ അബിയുടെ ചെരുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ വന്നാൽ പിന്നെ ഇത് മസ്റ്റാണല്ലോ. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, തേൻ നെല്ലിക്ക, പൈനാപ്പിൾ, ഇതൊക്കെ കുറേശ്ശെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് നമ്മളൊരു 7:30 ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.